ലൊക്കേഷനിൽ ഷൂട്ടിൻ്റെ ഇടയിൽ അപകടം നടന്ന ആ കാര്യത്തിനെ കുറിച്ചല്ലേ പറയുന്നത്. അത് നമുക്ക് ഇപ്പോൾ എന്താ പറയുക, ഇത് ഈ ഫുട്ടേജ് എന്ന് പറഞ്ഞ സിനിമ ആദ്യം നമ്മൾ ഇപ്പോൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് തന്നെ അത് ഫോൺ ഫുട്ടേജ് എന്ന് പറയുന്ന മേക്കിംഗ് ടെക്നിക്കാണ് അതിലിടുന്നത്. സാധാരണ സിനിമയെ പോലെയല്ല അതിൻ്റെ മേക്കിംഗ് വരുന്നത്. അതായത് നമുക്ക് ഷോർട്ട് ഡിവിഷൻ അങ്ങനെ കാര്യങ്ങളൊന്നും ചെയ്യാണ്ട് ഡയറക്റ്റ് നമ്മളൊരു ക്യാമറയിൽ കാണുന്നത് പകർത്തുന്ന പോലുള്ള മെത്തേഡാണ് അതിൻ്റെ മേക്കിംഗ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് പരിശീലനം ആവശ്യമുണ്ടായിരുന്നു, അതായത് ട്രെയിനിങ് ആവശ്യമുണ്ടായിരുന്നു. ഈ ഓരോ ആക്ടേഴ്സിനെയും ആ രീതിയിൽ, പ്രത്യേകിച്ച് അതിൽ സ്റ്റണ്ട് ചെയ്യുമ്പോൾ അതിൽ കട്ട്സ് ഒന്നും വരില്ല. ഡയറക്റ്റായിട്ട് നമുക്കിപ്പോൾ ഒരു 5 മിനിറ്റ്സ് ഉണ്ടെങ്കിൽ 5 മിനിറ്റ്സ് പെർഫോമൻസ് ആണ്. അപ്പോൾ അത് നമ്മൾ നേരത്തെ ഒരു 1 മന്ത് മുമ്പേ നമ്മൾ അതിൻ്റെ ട്രെയിനിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അവർക്ക് അതിന് വേണ്ട മതിയായ ട്രെയിനിങ് കൊടുക്കുക. പിന്നെ അതേപോലെ നമുക്ക് ഇത് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സാധ്യതയുള്ള റിസ്ക്കുകളൊക്കെ അവർ കൃത്യമായിട്ട് പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എൻ്റെ ഉത്തരവാദിത്തമായിരുന്നു. അപ്പോൾ അതൊക്കെ ഈ ട്രെയിനിങ് സമയത്ത് നമ്മൾ ചെയ്തു. പിന്നെ ഇതിൽ മെയിനായിട്ട് പെർഫോം ചെയ്തത് മഞ്ജു ചേച്ചി, പിന്നെ വിശാഖ് നായർ, ഗായത്രി, പിന്നെ ശീതൾ തമ്പി, ഇത്രയും പേരാണ് അതിൽ സ്റ്റണ്ടൊക്കെ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ട്രെയിനിങ്ങിലുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളത് കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരു സ്കിറ്റ് പഠിക്കുന്ന പോലെ നമ്മളത് എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളത്. പിന്നെ ലൊക്കേഷനിൽ പോയിട്ട് നമ്മൾ ലൊക്കേഷൻ വിസിറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. അതായത് ഏത് ടെറൈനിലാണ് നമ്മളിത് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്താണ്, പിന്നെ ഏതാണ് കൃത്യമായ ഷോട്ട്സ്, ഓരോരുത്തർക്ക് വരുന്ന ഷോട്ട്സ് എന്താണ്, അതിൽ അവർ എടുക്കേണ്ട ഫിസിക്കൽ എഫേർട്ട് എത്ര ആയിരിക്കും എന്നുള്ളതൊക്കെ അവർ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കൊറിയോഗ്രാഫിയൊക്കെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ള പരിപാടിയാണ്. അപ്പം അത് കഴിഞ്ഞ് നമ്മളുടെ ഓരോ സ്റ്റണ്ട് സീക്വൻസും ഈ ഫോൺ ഫുട്ടേജ് മെത്തേഡ് ആയതുകൊണ്ട് അവർക്ക് നമുക്ക് ഡ്യൂപ്പ് ഒന്നും കൊടുക്കാൻ കഴിയില്ല എന്നുള്ളത് ആദ്യമേ നമ്മളുടെ പ്രൊഡക്ഷൻ സൈഡിൽ നിന്നും ഡയറക്ടർ സൈഡിൽ നിന്നും കൃത്യ ഇൻസ്ട്രക്ഷൻ ഉണ്ട്. അതായത് നമുക്ക് അവരെന്നെ പെർഫോം ചെയ്യണം. അതിൽ പെർഫോമൻസ് അത് വേറൊരാൾക്ക് പെർഫോം ചെയ്യാനോ അല്ലെങ്കിൽ ഡ്യൂപ്പ് ചെയ്യാനോ ചീറ്റിംഗ് ഷോട്ട്സ് വെക്കാനോ പറ്റില്ല എന്ന രീതിയിൽ കൃത്യമായിട്ട് അവരെ പെർഫോമൻസൊക്കെ നന്നായിട്ട് തന്നെ പോയിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന അപകടം ആക്ച്വലി സിനിമയുടെ ലാസ്റ്റ് ഇവരുടെ ഈ അപകടം പറ്റിയ ആൾക്കുള്ള ലാസ്റ്റ് ഷോട്ടായിരുന്നു. അപ്പോൾ അത് ഒരു 5 അടി മുകളിൽ നിന്ന് വെള്ളത്തിലോട്ട് ചാടുന്ന, അത് 2 പേരും ഒരുമിച്ചാണ് പെർഫോമൻസ്. വിശാഖ് നായറും പിന്നെ ശീതൾ തമ്പിയും ഒരുമിച്ചുള്ള പെർഫോമൻസാണ്. അപ്പോൾ അത് ആദ്യം നമ്മൾ ആ ഒരു ഏരിയ ക്ലിയറാക്കി, പിന്നെ അതേപോലെ അവിടെ വേണ്ടി സേഫ്റ്റിക്ക് വേണ്ട ബെഡുകൾ, അതായത് ആ ഏരിയ മൊത്തം ബെഡ് ഇടുക എന്നുള്ളതാണ്. അത് വെള്ളത്തിൻ്റെ താഴെ. അപ്പോൾ നമ്മൾ ജമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നേരെ വെള്ളത്തിൻ്റെ ജസ്റ്റ് താഴെ ബെഡിലോട്ടാണ് വീഴുക. അപ്പോൾ അത് സേഫ്റ്റി ഉറപ്പ് വരുത്തി നമ്മളുടെ അസിസ്റ്റൻസൊക്കെ ആദ്യം ജമ്പ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് നോക്കി. അപ്പോൾ അവിടെ ഓക്കെ ആണ് എന്നുള്ള എല്ലാവർക്കും ബോധ്യപ്പെട്ടതിന് ശേഷമാണ് നമ്മളൊരു ഫസ്റ്റ് ട്രയൽ ആദ്യം നോക്കും, അതായത് ആക്ടേഴ്സിനെ വെച്ചിട്ട്. കാരണം ഇത് ക്യാമറ കയ്യിൽ റിഗ് ചെയ്ത് വെച്ചിട്ടാണ് ഇത് പെർഫോം ചെയ്യേണ്ടത്. അപ്പോൾ അത് അവർ ചെയ്ത് നോക്കിയപ്പോൾ അവർ ഓക്കെയാണ്. അത് ഓക്കെ പറഞ്ഞതിന് ശേഷം ടേക്ക് പോകണം. അപ്പോൾ ടേക്ക് പോയി ഒരു 4 ടേക്ക് എടുത്തു. 4 ടേക്കിലും നന്നായിട്ട് ചെയ്തു. അവർ വളരെ ഓക്കെയാണ്, എല്ലാവരും ക്ലാപ്പ് ചെയ്തോടെ ഉഷാറായിരുന്ന പരിപാടി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ സ്ക്രീനിൽ നോക്കുന്ന സമയത്ത് ഈ കയ്യിൽ തന്നെ ക്യാമറ വെക്കുമ്പോൾ കൃത്യമായിട്ട് കിട്ടാത്തൊരു പ്രശ്നം വരും, ഫ്രെയിം ഔട്ട് ആവുന്നൊക്കെ പ്രശ്നം വരുന്നതുകൊണ്ട് ഒരു ടേക്കും കൂടി പോകാമെന്ന് പറഞ്ഞാൽ അവർ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഒരു ടേക്കും കൂടി പോയി. ആ ടേക്കിൽ അവർക്ക് ജമ്പ്, ഈ ശീതൾ മാത്രം ജമ്പ് ഈ നമ്മളുടെ ബെഡിൻ്റെ പുറത്തോട്ടായി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആ ജമ്പ് ജസ്റ്റ് ഒന്ന് മാറിയതായിരിക്കാം. ആ ജമ്പിലാണ് ഇപ്പോൾ ഈ പറഞ്ഞ പരിക്ക് സംഭവിച്ചത്. ഉടനെ തന്നെ അവിടെ ഉണ്ടായിരുന്ന, ഇതൊരു കാടിൻ്റെ ഉള്ളിലാണ് ഷൂട്ട് കുറച്ച് നടന്നിരുന്നത്. അപ്പോൾ അവിടേക്ക് അവൈലബിൾ ആവണ വണ്ടികൾ ഇന്നോവ, ജീപ്പും പരിപാടികളൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്നോവയിലാണ് അവിടുന്ന് പ്രൊഡക്ഷൻ പെട്ടെന്ന് അവരെ ഹോസ്പിറ്റലിൽ എത്തിച്ച് അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവരവിടുന്ന് നോക്കി. അപ്പോൾ അന്ന് ലൊക്കേഷനിൽ ഇതാണ് ആക്ച്വലി സംഭവിച്ചത്. പിന്നെ ഇതാണ് ഞാൻ വിറ്റ്നസ് ചെയ്ത കാര്യങ്ങൾ. സുരക്ഷാ ക്രമീകരണം ആക്ച്വലി നമ്മൾ ഒരു സ്റ്റണ്ട് ഒരു കൊറിയോഗ്രാഫി ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്കതിന് വേണ്ടിയുള്ള പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ട് പ്രൊഡക്ഷന് കൊടുക്കും. ഈ പറയുന്ന പെർട്ടിക്കുലർ സ്റ്റണ്ട് ചെയ്യുന്ന സമയത്ത് അവിടെ അനിവാര്യമായിട്ട് ആവശ്യമുണ്ടെന്ന് തോന്നുന്ന സാധനങ്ങൾ അവിടെ കൃത്യമായിട്ട് ബെഡ് പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. ആ ബെഡിലോട്ട് ചാടുക എന്ന് പറഞ്ഞാൽ ഒരു 5 ഫീറ്റിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു എല്ലാവർക്കും ഒരു ഈസി ജമ്പല്ല. പക്ഷേ നമുക്കത് ട്രയൽ നോക്കിയിട്ടുണ്ടെങ്കിൽ അത് അത്ര കുഴപ്പമില്ല. പിന്നെ നമ്മൾ ഈ ആർട്ടിസ്റ്റിനോട് കൃത്യമായിട്ട് ചോദിക്കും, നിങ്ങളിതിൽ കോൺഫിഡൻ്റ് ആണോ അല്ലേ. കാരണം ഇപ്പോൾ ഒരു അപകടം പറ്റണമെന്ന് വെച്ചാൽ നമുക്കൊരു സ്റ്റൂളിൻ്റെ ഹൈറ്റിൽ നിന്ന് ചാടിയാലും ചിലപ്പോൾ അപകടം പറ്റും. ബട്ട് അവരോട് നമ്മൾ കൃത്യമായിട്ട് ചോദിച്ചു. അപ്പോൾ അവരൊക്കെ അത് ഓക്കെയാണ്. അത് ഓക്കെ ആയിട്ട് തന്നെയാണ് നമ്മളിപ്പോൾ ഈ പറയുന്ന 4 ടേക്സ് പോയത്. അതിന് ശേഷം വന്ന ഇഞ്ചുറി എന്ന് പറയുന്നത് തീർച്ചും നിർഭാഗ്യമാണ്. അല്ലാണ്ട് അതിൽ സുരക്ഷാ വീഴ്ച കൊണ്ട് സംഭവിച്ചതാണ് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം അവിടെ മതിയായ സുരക്ഷ, പിന്നെ ഇവർ വെള്ളത്തിൽ വീഴുന്ന സമയത്ത് തന്നെ അവരെല്ലാവരും ജമ്പ് ചെയ്ത് പിടിക്കാൻ വേണ്ടി അസിസ്റ്റൻസും ആളുകളൊക്കെ ഉണ്ട്.
അപ്പോൾ അതുകൊണ്ട് അങ്ങനെ സുരക്ഷാ വീഴ്ച വന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പിന്നെ അത്രേ. എന്താണ് അതെ, എൻ്റെ ഉത്തരവാദിത്തപ്പെടുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അതിന് വേണ്ട മതിയായ സേഫ്റ്റി മെഷേഴ്സ് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. സേഫ്റ്റി മെഷേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബേസിക്കലി നമ്മളിപ്പോൾ സ്റ്റണ്ടിൻ്റെ ഇൻറ്റൻസിറ്റി നോക്കിയിട്ട് ഇപ്പോൾ ഭയങ്കര ഹെവി സ്റ്റണ്ടാണ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രിക്കോഷൻസും എല്ലാ ക്വഷൻസും എടുക്കേണ്ടി വരും. ഇപ്പോൾ നമ്മൾ ഇതുപോലുള്ള സ്റ്റണ്ട്സിനെ നമുക്ക് എന്താ പറയുക, ഫസ്റ്റ് എയ്ഡ്സ് നിർബന്ധമായിട്ട് വെക്കണം. എല്ലാ രീതിയിലുള്ള ഫസ്റ്റ് എയ്ഡ്സും കാര്യങ്ങളും, എന്തെങ്കിലും ചെറിയ പൊട്ടലോ പോറലോ വന്നിട്ടുണ്ടെങ്കിൽ അതിന് ചെയ്യേണ്ട കാര്യങ്ങൾക്ക് നിർബന്ധമായിട്ട് വെക്കണം. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ ഇത് ഒരു ജമ്പിങ് ഷോട്ടാണെന്നുള്ളതുകൊണ്ട് നമുക്ക് ആദ്യം അവർക്ക് ട്രയലും മറ്റേ ട്രെയിനിങ്ങും കൊടുത്തിരിക്കണം. അത് കഴിഞ്ഞതിൻ്റെ ശേഷം അവിടെ ബെഡ് ഇട്ടിട്ട് ആദ്യം നമുക്ക് അവർ അതായത് നമ്മളുടെ ആളുകളെ വെച്ചിട്ട് അവർക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കണം. എന്നിട്ട് അവരെ ചെറിയ ഹൈറ്റിൽ നിന്നും വലിയ ഹൈറ്റിൽ നിന്നും മാറിയിട്ട് ജമ്പ് ചെയ്യിക്കണം. ആദ്യം നമ്മൾ ചെറിയ ഹൈറ്റിൽ നിന്ന് 6 അടീൻ്റെ പകരം ഒരു 2 അടി ഹൈറ്റിൽ നിന്ന് ജമ്പ് ചെയ്ത് നോക്കുക. അപ്പോൾ അവരോട് കോൺഫിഡൻ്റ് ആണോ എന്ന് നോക്കുക. എന്നിട്ടൊരു 3 അടിയിൽ നിന്ന് ജമ്പ് ചെയ്യുക. എന്നിട്ടാണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞ 5 അടിയിൽ നിന്ന് ജമ്പ് ചെയ്യുക. അപ്പോൾ എന്താ വെച്ചാൽ അവർ ഭയങ്കര ഓക്കെ ആണെന്ന് പറയുമ്പോൾ മാത്രമേ നമ്മൾ അത് ആരും അവിടെ ഷോട്ട് എടുക്കുകയുള്ളൂ. കാരണം സിനിമയിൽ അങ്ങനെ റിസ്ക് എടുക്കാൻ ആരും സമ്മതിക്കില്ല. അപ്പോൾ എന്ന രീതിയിൽ ഇപ്പോൾ ഈ പറയുന്ന ഷോട്ടിലും അതുപോലെ തന്നെ പോയിട്ടുണ്ട്. പിന്നെ ഈ സംഭവിച്ചത് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ പറയുന്ന അവിടെ സേഫ്റ്റി സിനാരിയോൻ്റെ അല്ല, മിസ്സിങ് ഇപ്പോൾ ഞാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും എത്ര എക്സ്പേർട്ടായിട്ടുള്ള ആളുകൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഈ പറയുന്ന മിസ്സിങ് വരാം. ആ മിസ്സിങ്ങിൻ്റെ പാർട്ടായിട്ടാണ് എന്നാണ് എൻ്റെ ഒബ്സർവേഷൻ. ബേസിക്കലി ഞാൻ ആ സിനിമ കഴിഞ്ഞിട്ട് ഞാൻ ശീതളിനെയും ഇവരെയൊക്കെ ഞാൻ ഇപ്പം എന്താ പറയുക, എന്താ ഇതിൻ്റെ പ്രോഗ്രസ് എന്തായി, അല്ലെങ്കിൽ കാര്യങ്ങൾ ഇവരുടെ മറ്റേ ചികിത്സ എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചിരുന്നു. അപ്പോൾ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് അത് എനിക്ക് തോന്നുന്നു ആസ്റ്ററിലെങ്ങാനുമാണ് അതിൻ്റെ ചികിത്സ നടന്നതെന്ന് തോന്നുന്നു. അപ്പോൾ അവർക്ക് വേണ്ട എല്ലാ സാധനങ്ങളും അവിടെ കൊടുക്കുന്നുണ്ട്, അവർ ഓക്കെയാണ്. പിന്നെ സ്വാഭാവികമായിട്ട് ഇഞ്ചുറി ആയതുകൊണ്ട് റെസ്റ്റിലാണ് എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ അറിഞ്ഞിരുന്നത്. പിന്നെ ഞാൻ വേറെ ഫിലിമിൽ ജോയിൻ ചെയ്തു. അതുകൊണ്ട് പിന്നെ അതിൻ്റെ അപ്പുറത്തുള്ള ഡീറ്റെയിൽസ് എനിക്കും അത്ര അറിഞ്ഞൂടാ. അവരുടെ മുമ്പ് അവർ ഫിലിം ഇൻഡസ്ട്രിയിൽ അത്യാവശ്യം കാലമുള്ള ആളാണെന്നാണ് എൻ്റെ അറിവ്. അവർ ആദ്യമായിട്ടാണ് ആക്ടറായിട്ട് ഇപ്പോൾ ഇതിലാണ് വരുന്നതെന്നാണ് എൻ്റെ അറിവ്. അതിന് മുമ്പ് ടെക്നിക്കൽ സൈഡിൽ അവർ ക്രൂവിലായിട്ട് പരിപാടിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് കൃത്യമായിട്ട് എൻ്റെ ഡീറ്റെയിൽസ് അറിഞ്ഞൂടാ, പക്ഷേ സംതിങ് അവർ വർക്ക് ചെയ്തിട്ടുണ്ട്. എത്രയാണ് എൻ്റെ ഡീറ്റെയിൽസ് അറിയാം. ഈ ഫിലിം ആക്ച്വലി ഇത് ഇന്നിപ്പോൾ സിനിമ റിലീസാണ്. അപ്പോൾ സിനിമ ഇപ്പം ഞാൻ എൻ്റെ പ്രിവ്യൂ കണ്ടു. ആ പ്രിവ്യൂ കാണുമ്പോഴാണ് ഞാനും അതിൻ്റെ ഫുൾ എഡിറ്റഡ് ആയിട്ടുള്ള വെർഷൻ കാണുന്നത്. അപ്പം ഭയങ്കര ഒരു എക്സ്പെരിമെൻ്റൽ പരിപാടിയാണ്. കാരണം മലയാളത്തിൽ ഫോൺ ഫൂട്ടേജ് എന്ന് പറഞ്ഞ ടെക്നിക്കിൽ സിനിമ ആദ്യമായിട്ടാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. സൈജു ശ്രീധരനാണ് അതിൻ്റെ ഡയറക്ടർ. പിന്നെ അപ്പോൾ ഇതിൽ അഭിനയിച്ചിട്ടുള്ള ഓരോ ആളുകളും നമ്മളിപ്പോൾ ഇന്ന് സംസാരിക്കുന്നത് ഇതിൻ്റെ അപകടത്തെക്കുറിച്ചാണ്. അപ്പം അതിൽ അഭിനയിച്ചിട്ടുള്ള ഓരോ ആൾക്കാർക്കും ഈക്വലി ഇതേപോലുള്ള എന്താ പറയുക റെസ്പോൺസിബിൾ ആയിട്ടുള്ള സ്റ്റണ്ട് തന്നെയാണ് എല്ലാവരും ചെയ്തിട്ടുള്ളത്. കാരണം അവർക്ക് അറിയാമായിരുന്നു ഇത് ചെയ്യുമ്പോൾ. കാരണം ഒരു സ്റ്റണ്ട് നമ്മൾ ജസ്റ്റ് ഒരു ഷോട്ട് മാത്രം വെച്ചിട്ട് അത് എടുക്കുന്നതും എൻറ്റയർ സാധനം ഒറ്റ ഇതിൽ പെർഫോം ചെയ്യുമ്പോൾ ഒരു സ്റ്റേജിൽ നമ്മൾ ചെയ്യുന്ന പോലെ ചെയ്യണം. അപ്പോൾ അത്രയും റിഹേഴ്സൽസ് ചെയ്ത് അവർ കോൺഫിഡൻ്റ് ആയതിൻ്റെ ശേഷമാണ് അവർ ഈ പരിപാടിക്ക് ഇറങ്ങിയിട്ടുള്ളത്. അത് ഈ സ്റ്റണ്ട്സ് പെർഫോം ചെയ്യാൻ ഇറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഷൂട്ടിംഗ് സമയത്ത് ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു ഇത് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടില്ല എന്നുള്ളത്. പിന്നെ നിർഭാഗ്യവശം ഈ ഒരു ഇൻസിഡൻറ്റ് പറ്റി, അത് ഉണ്ടായി. പിന്നെ അതല്ലാതെ സിനിമയിൽ വന്ന ഔട്ട്പുട്ട് അന്ന് പ്രീമിയറൊക്കെ കണ്ടവർ ഭയങ്കര അഭിപ്രായമാണ്. പ്രത്യേകിച്ച് സ്റ്റണ്ടിൻ്റെ കാര്യത്തിലും ആളുകൾ അപ്രീഷിയേറ്റ് ചെയ്തിരുന്നു. കാരണം അത് പേഴ്സണലി സ്റ്റണ്ട് ചെയ്ത എന്നെക്കാളും കൂടുതൽ അത് ചെയ്ത ആക്ടേഴ്സിന് ഒരുപാട് പ്രശംസ അറിയിക്കുന്ന സ്റ്റണ്ടാണ് അവർ ചെയ്തത്. കാരണം ഇത് അത്ര ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് അവിടെ വന്നിട്ട് ചെയ്യാൻ പറ്റിയല്ല. അത് ഒരു 1 മന്ത് ശരിക്കും അവർ റെഗുലർ ട്രെയിനിങ് എക്സസൈസൊക്കെ ചെയ്ത് നല്ല ഫിറ്റ്നസ് ഡെവലപ്പ് ചെയ്ത് മഞ്ജു ചേച്ചിയാണെങ്കിലും ഈ നമ്മളുടെ ഗായത്രിയും നമ്മളുടെ വിശാഖനാരും ശീതളും ഒക്കെ ഒരേപോലെ എഫേർട്ട് എടുത്തിട്ട് നല്ലോണം കഷ്ടപ്പെട്ട് ചെയ്ത പരിപാടിയാണ്. അതുകൊണ്ട് അതിൻ്റെ ഒരു സന്തോഷം ഭയങ്കരമായിട്ടുണ്ട് ഞാനത് കണ്ടപ്പോൾ. പക്ഷേ ഇങ്ങനെ ഒരു ഇത് വന്നപ്പം എന്താ പറയുക, ശീതൾ എൻ്റെ സുഹൃത്താണ്. അപ്പോൾ അവർക്ക് അതിൽ ഒരു വിഷമമുണ്ടെന്ന് പറഞ്ഞാൽ നമുക്കൊരു വിഷമം തോന്നി. ഒബ്വിയസ്ലി അവർ ഇവിടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സമയത്ത് അവരെല്ലാത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനന്ന് എൻ്റെ ബാംഗ്ലൂർ ഷൂട്ടിലായതുകൊണ്ട്
എനിക്കന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. ഞാനന്ന് പോയി ലാസ്റ്റ് വേറൊരു പ്രൊമോഷന് പോയ ദിവസം അവരില്ലായിരുന്നു, അത് മീറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അതിന് മുമ്പ് ഞാനും കണ്ടിരുന്നു, ഞാൻ സോഷ്യൽ മീഡിയയിൽ അവരുടെ പരിപാടികളും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റിൽ അവർ ഭയങ്കര ആക്റ്റീവായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉണ്ടായിരുന്നു. അതെന്താണ് ചേച്ചിയായിട്ട് ഞാൻ നേരിട്ട് കാണുമ്പോൾ സംസാരമുള്ളൂ. ഇപ്പോൾ ഞാൻ ഈ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ നേരിട്ട് കാണും. ഇപ്പോൾ ലാസ്റ്റ് ഞാൻ പ്രീമിയറിന് പോയപ്പോൾ കണ്ടു, ജസ്റ്റ് സംസാരിച്ചു, അത്രയേ ഉള്ളൂ. ഇഷ്യൂവിന് ശേഷം, ഈ ഇഷ്യൂ എന്ന് പറയുന്നത് ഇന്നിപ്പോൾ സംസാരിച്ച കാര്യത്തിന് ശേഷമല്ല, ഞാൻ ഷൂട്ടിന് ശേഷം ഈ ഇഞ്ചുറി വന്ന് ഫുള്ളായിട്ട് പാക്കപ്പായി പോയതിന് ശേഷം, ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫോൺ കോളിൽ സംസാരിച്ചിരുന്നു. പക്ഷേ കാണാൻ കഴിഞ്ഞില്ല. അത് അവരുടെയും എൻ്റെയൊക്കെ ഓരോ തിരക്ക് കാരണമാണ്. ഞാൻ എറണാകുളത്ത് പോയപ്പോൾ കാണാൻ ശ്രമിച്ചിരുന്നു. അപ്പോൾ അവർക്ക് എന്തൊക്കെ തിരക്കുണ്ടെന്ന് പറഞ്ഞു, അപ്പം അതിൻ്റെ കാര്യം. പക്ഷേ ഫോണിൽ കണക്ട് ചെയ്തിരുന്നു, അവർ ഓക്കെ ആണെന്നുള്ള ഒരു കാര്യമാണ് ഞാൻ മനസ്സിലാക്കിയത്. എന്ന് പറയാൻ പറ്റില്ല. പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് മതിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ എല്ലാ സിനിമയിലും, ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന സിനിമയിലൊക്കെ ഞാൻ നിർബന്ധമായിട്ട് പറയലുണ്ട്. കാരണം അങ്ങനെ കോംപ്രമൈസ് ചെയ്തിട്ട് സ്റ്റണ്ട് പെർഫോം ചെയ്യുന്നത് എനിക്ക് ഭയങ്കര പേഴ്സണലി എനിക്കൊരാളുടെ ഇത് അങ്ങനെ റിസ്ക് എടുക്കാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ കൃത്യം പറയലുണ്ട്, ആ സ്റ്റണ്ട് ചെയ്യണമെങ്കിൽ ഇന്ന സാധനങ്ങൾ വേണം, ഇത്ര ദിവസം ട്രെയിനിങ് വേണം. സാധാരണ ഈ ട്രെയിനിങ് എന്ന് പറയുന്ന പ്രോസസ്സ് എല്ലാ പ്രൊഡക്ഷനും അലോ ചെയ്യുന്നതല്ല, കാരണം അത് എക്സ്ട്രാ ചിലവ് വരുന്ന കാര്യമാണ്. എന്നിരുന്നാലും ഞാനത് നിർബന്ധമായിട്ട്, ഞാൻ വർക്ക് ചെയ്ത ചുരുക്കകാലത്തിൽ ഞാൻ വർക്ക് ചെയ്ത സിനിമകളിലൊക്കെ ഞാൻ നിർബന്ധമായിട്ടും, ഇപ്പം ഞാൻ ബാംഗ്ലൂർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിലും അവിടുത്തെ എത്ര സൂപ്പർ സ്റ്റാർസ് ആണെങ്കിലും അവർ നിർബന്ധമായിട്ടും ഞാൻ എന്താണോ കൊറിയോഗ്രാഫ് ചെയ്തത് അത് അവർ പെർഫോം ചെയ്ത് പഠിക്കാൻ പ്രാക്ടീസ് ചെയ്യാൻ അവരുണ്ടാവണം എന്നുള്ളത് ഞാൻ നിർബന്ധം പറയാം. അത് അവർ അവൈലബിൾ അല്ലെങ്കിൽ തൽക്കാലം എന്നെ മാറ്റിക്കോ, നിങ്ങൾ വേറെ മാസ്റ്റർ വെച്ച് ചെയ്തോ എന്ന് തന്നെയാണ് ഞാൻ പറയാറ്. അതുകൊണ്ട് പ്രൊഡക്ഷൻ ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു. പിന്നെ ഈ ഇൻസിഡൻറ്റിന് ശേഷവും അവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ട്സും ഒക്കെ കൊടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ അതിൻ്റെ കൃത്യം ഡീറ്റെയിൽസ് എനിക്ക് തോന്നുന്നു ഒന്നുകൂടി അവരോട് സംസാരിച്ചാലേ അറിയുള്ളൂ. സ്റ്റണ്ടിന് പ്രാധാന്യമുള്ള സിനിമ എന്നല്ല, അതിൻ്റെ മേക്കിംഗ് ആണ് അതിൻ്റെ ഹൈലൈറ്റ്. അതൊരു ഡയറക്ടറുടെ ഒരു പുതിയ വിഷനാണ്. പിന്നെ അതിനെ എൻഹാൻസ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ആ സ്റ്റണ്ട് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഫോൺ ഫൂട്ടേജ് ടൈപ്പിലുള്ള സിനിമ ഞാൻ നേരത്തെ റെഫറൻസ് ഞാൻ നോക്കിയിരുന്നു, ഇപ്പം നേരത്തെ ഇറങ്ങിയിട്ടുള്ള സിനിമകളൊക്കെ. അതിലൊന്നും എന്താ പറയുക, ഇങ്ങനെ ഒരു ക്യാമറ ഒരു സ്റ്റാറ്റിക് ഷോട്ടിൽ വെച്ചിട്ട് അതിൻ്റെ മുന്നിൽ നിന്ന് സ്റ്റണ്ട് ചെയ്യുന്ന സീക്വൻസുകൾ ഞാനിതുവരെ കണ്ടിട്ടില്ല, എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു പുതിയ എക്സ്പെരിമെൻ്റാണ് എനിക്കും. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അന്നിരുന്ന് സംസാരിച്ചു. കാരണം ഇതിലുള്ള ഡിഫിക്കൽട്ടീസ് എന്ന് പറയുന്നത് മേക്കിങ്ങിലുള്ള ഡിഫിക്കൽട്ടീസാണ്. ഇവർ പെർഫോം ചെയ്യുമ്പോൾ തന്നെ ഇപ്പോൾ ഒരാളെ നമ്മൾ ഇടിയുന്ന സമയത്ത് നമുക്കത് ഒരു ചീറ്റിംഗ് ഷോട്ടൊന്നും വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അവർക്ക് തമ്മിൽ പരിക്ക് പറ്റാതെ അവർ തമ്മിൽ കൗണ്ട് ചെയ്ത് സംസാരിച്ചുകൊണ്ടാണ് ഈ സാധനം പ്രാക്ടീസൊക്കെ ചെയ്തിരുന്നത്. അതായത് വാ ഇടിക്ക്, അപ്പോൾ ഞാൻ തടുത്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ തമ്മിലൊരു കോഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് തന്നെ ഒരു പുതിയ പരിപാടി ചെയ്തതിൻ്റെ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഇത് അങ്ങനെ എല്ലാവർക്കും ഈ അവസരം കിട്ടിക്കൊള്ളുന്നില്ല. അപ്പോൾ എനിക്കത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇങ്ങനെ ഒരു വർക്ക് എനിക്ക് വന്നതും അതെനിക്ക് ചെയ്യാൻ പറ്റിയതും. എങ്ങനെ മനസ്സിലായില്ല? അറിയാത്ത കാര്യങ്ങളാണ് കേട്ടോ, എനിക്കത് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ എന്താ പറയാനാ അറിഞ്ഞൂടാ. എൻ്റെ എക്സ്പീരിയൻസ് വെച്ചു, അതായത് ഇപ്പം നമ്മൾ പറഞ്ഞു അതിൻ്റെ ആദ്യമേ നമ്മൾ ട്രെയിനിങ് പ്രോസസ്സൊക്കെ കഴിഞ്ഞിട്ടാണ് നമുക്ക് ഈ ലൊക്കേഷനിൽ വന്നിട്ടുള്ള പെർഫോമൻസ് സൈഡിലോട്ട് വരുന്നത്. ഞാൻ ഇതിനെ ലൈവായിട്ട് വിറ്റ്നസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്യാമറയുടെ അടുത്തിരിക്കുന്ന ആളെന്നുള്ള നിലയ്ക്ക് ഞാനത് ഗംഭീരമായിട്ട് അതിലുള്ള ഓരോ ആർട്ടിസ്റ്റുകളും പെർഫോം ചെയ്തിട്ടുണ്ട്. അതായത് ട്രെയിനിങ് സമയത്ത് നമ്മൾ കൊടുത്ത് അവർ കാണിച്ചതിൻ്റെ ഒരുപാട് നല്ല എഫേർട്ട് ഇട്ടിട്ടാണ്. കാരണം ഇതിൻ്റെ ഈ ക്ലൈമാക്സിലൊരു ഫൈറ്റ് ഉണ്ട്, ഈ സിനിമ കാണുമ്പോൾ അറിയാൻ പറ്റും. അതൊരു 10 മിനിറ്റ്സൊക്കെ ലെങ്ത്ത് പോകുന്ന ഫൈറ്റാണ്. ഇത്രയും ആ ഒരു 10 മിനിറ്റ്സ് അവർ പെർഫോം ചെയ്തതിന് ശേഷം പിന്നെയും അവർക്ക് റീടേക്ക് പറയുമ്പോൾ അവരൊന്ന് റെഡിയായി ഉടനെ റീടേക്സ് പോവുകയാണ്. ആ റീടേക്സ് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല സ്റ്റാമിന വേണം ഇത് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ആക്ടിവിറ്റി അങ്ങനെ ഉണ്ട്, അതുപോലെ നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അത് കണ്ട് ശരിക്കും ഞാൻ അത്ഭുതപ്പെട്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്കും ഇങ്ങനെ ടെൻഷനാണ്, കാരണം ഇവർക്കൊരു അടി മിസ്സാവരുതെന്ന്. കാരണം ഇവർ തമ്മിൽ തന്നെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യോ കാലോ തട്ടുന്നത് എങ്ങനെ തട്ടാണ്ട് ചെയ്യാം എന്നുള്ളതൊക്കെ നമ്മൾ ട്രെയിനിങ്ങിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ അഗ്രസീവായിട്ട് അത് ചെയ്യുന്നതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു നമുക്ക് പേടി ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കി കണ്ടെന്നുള്ള നിലക്ക് എനിക്ക് ഭയങ്കര നന്നായിട്ട് ചെയ്തിട്ടുണ്ട്.
അത് അതേപോലെ സ്ക്രീനിൽ വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് കണ്ടത്. അത് സ്വാഭാവികമായിട്ട് നമ്മൾ ഒരു ടീമിൽ വർക്ക് ചെയ്യുമ്പോൾ അതിലുള്ള ആൾക്കാരൊക്കെ നമ്മളൊരു ഫാമിലി പോലെ ആയി മാറും. ഇപ്പോൾ അത് കുറച്ച് സമയമാണ് നമുക്ക് ഇവർ ഈ നിൽക്കുന്ന സൂപ്പർ സ്റ്റാർ ആണെന്നും അല്ലെങ്കിൽ ഈ ഇങ്ങനെയൊക്കെയുള്ള ഫീൽ അത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ സിസ്റ്റർ അല്ലെങ്കിൽ നമ്മളുടെ ഒരു അടുത്ത സുഹൃത്തായിട്ട് മാറും ഇവരൊക്കെ. അപ്പോൾ അതുകൊണ്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര കരച്ചിൽ എന്നുള്ളതാണ്. കാരണം അവർക്ക് ഒരാൾക്ക് അത് ആർക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഇനിയിപ്പോൾ ആക്ടേഴ്സ് എന്നല്ല, അവിടെ വർക്ക് ചെയ്യാൻ വന്നിട്ടുള്ള ഈ ബോഡി ഡബിൾ ആണെങ്കിലും ശരി, വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഒരാളാണെങ്കിലും ശരി, അവർക്കൊക്കെ ഈക്വലി ഇതേപോലെ റിസ്ക് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ചിലത് സ്ക്രീനിൽ കാണുന്നത്തെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് വരുന്ന പരിക്കുന്നത് ചിലപ്പോൾ നമ്മൾ അത്ര അറിയുന്നുണ്ടാവില്ല. പക്ഷേ അവരൊക്കെ എടുക്കുന്ന റിസ്ക്, ഒരുപാട് റിസ്ക് എടുത്തിട്ടാണ് ഈ പണി എല്ലാവരും കൂടി എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരാൾക്കൊരു അപകടം പറ്റിയെന്ന് പറയുന്നത് ഇന്ന് പറ്റാതെ നോക്കാൻ പരമാവധി നമ്മൾ അതങ്ങനെ പിടിക്കുള്ളൂ. പക്ഷേ അത് പറ്റി കാണാൻ നമ്മൾ ഒരിക്കലും അത് നമുക്ക് ഒട്ടും ഓക്കെ അല്ലാത്ത കാര്യമാണ്. നമുക്ക് ഭയങ്കര വിഷമമുണ്ടായ കാര്യമാണ്. അതിപ്പോൾ അതിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാന്നുള്ളതല്ല. പക്ഷേ അത് പറ്റിപ്പോയി. പിന്നെ സ്വാഭാവികമായിട്ട് ഇനി അടുത്ത കാര്യങ്ങളിൽ അതെങ്ങനെയൊക്കെ അത് നന്നായി പോട്ടെ എന്നുള്ള പ്രാർത്ഥനയുള്ളൂ. എല്ലാവരുടെയും അന്ന് ആരുടെ എനിക്ക് ഓർമ്മയുണ്ട്, അത് ഭയങ്കര വിഷമമുള്ള ദിവസമായിരുന്നു. അന്ന് ഷൂട്ട് പരിപാടിയൊക്കെ പിന്നെ നിർത്തി അത് ഭയങ്കര വിഷമമുള്ള ദിവസമായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് പറ്റിയതെന്ന് അറിയില്ല. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അറിയില്ല. കാരണം കാല് ഇച്ചിരി പെയിനായിട്ട് ഇങ്ങ് പൊങ്ങുന്നു, അവരുടെ ഡിസ്ലൊക്കേഷൻ ഉണ്ടോ അതോ ഉളുക്കിയതാണോ എന്നുള്ള കാര്യങ്ങൾ അറിയില്ല. അപ്പോൾ നമ്മൾ അടുത്ത വണ്ടിയിൽ പെട്ടെന്ന് കൊണ്ടുപോകുന്നു. കാരണം പിന്നെ സമയം കളയാലല്ലോ. അപ്പോൾ നമ്മൾ ഉടനെ അവിടുന്ന് കൊണ്ടുപോവുക, എൻ്റെ കാര്യങ്ങൾ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ നോക്കുകയാണ്. അപ്പോൾ അന്ന് എല്ലാവരും ഭയങ്കര വിഷമത്തിലായിരുന്നു ഈ ഇത്. പിന്നെ പരമാവധി പിന്നെ പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അവിടെ നടന്നിട്ടുണ്ടെന്നാണ് ഞാനന്ന് കണ്ട കാര്യങ്ങൾ. അത് എന്താ പറയുക, എല്ലാവരും അത് ഭയങ്കര റെസ്പോൺസിബിളായിട്ട് തന്നെയാണ് ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ എനിക്ക് പേഴ്സണലി പറയാനുള്ളൊരു അഡ്വൈസ് എന്താ വെച്ചാൽ കൂടുതൽ ട്രെയിൻഡ് ആവുക എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ നമ്മളൊരു ആക്ഷൻ സീക്വൻസ് ചെയ്യുമ്പോൾ നമ്മളത് ഭയങ്കര ഈസിയാണെന്ന് വിചാരിച്ച് നമ്മളത് ഇറങ്ങാണ്ട് നമ്മളതിനെ കുറച്ചും കൂടി റെസ്പോൺസിബിളായിട്ട് അത് ട്രെയിൻഡ് ആവുക. ഇപ്പോൾ നമ്മൾ ജമ്പിങ് ആണെങ്കിലും ശരി, വേറെ എന്തെങ്കിലും സ്റ്റണ്ട് സീക്വൻസ് ആണെങ്കിലും ശരി. കാരണം അതിൽ ഉള്ള എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്കാണ് ഇപ്പോൾ നമ്മൾ ഈ കൊറിയോഗ്രാഫിയും ഡയറക്ഷനൊക്കെ കൊടുത്തിട്ട് അപ്പുറത്ത് മാറി സ്ക്രീൻ നോക്കി ഇരിക്കാനാണ് പിന്നെ നമുക്ക് പറ്റുക. ഈ ചെയ്യുന്ന ആളുടെ കയ്യിലായിരിക്കും ഫൈനലി ഇത് എങ്ങനെയാണ് വരാൻ പോകണമെന്നുള്ളതൊക്കെ നമ്മൾ അവരുടെ ആ ഒരു പെർഫെക്ഷൻ അനുസരിച്ചാണ് നിൽക്കുക. അപ്പോൾ അതുകൊണ്ട് അത് പെർഫോം ചെയ്യുന്ന ആളുകൾ എപ്പോഴും കൂടുതൽ ട്രെയിനിങ് എടുക്കുക, അത് കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കുക. അല്ലാണ്ട് അത് കോൺഫിഡൻ്റ് എല്ലാം തോന്നുന്നുണ്ടെങ്കിൽ നോ പറയുക, എനിക്കിപ്പോൾ ചെയ്യാൻ കഴിയില്ല എന്ന് പെട്ടെന്ന് പറയാം. അത് കാരണം എന്താ വെച്ചാൽ എല്ലാവരും ഓക്കെ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഓക്കെ അല്ലെങ്കിൽ ഓക്കെ അല്ല എന്ന് പറയാം. അവിടെയാണ് നമുക്ക് ഒരു എന്താ പറയുക, അത് നമുക്ക് ആ സമയത്ത് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഓക്കെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഏത് സെറ്റിലാണെങ്കിലും ടേക്ക് എടുക്കും. ഞാൻ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത് ചേച്ചിയായിട്ട്, മഞ്ചേച്ചിയായിട്ട്. അപ്പം ട്രെയിനിങ് സമയത്ത് തന്നെ മീൻസ് എനിക്ക് തോന്നുന്നു നേരത്തെ ഭയങ്കര ഡാൻസും കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളായതുകൊണ്ടായിരിക്കും ഭയങ്കരമായിട്ട് നല്ല ഫ്ലെക്സിബിൾ ആണ്. പിന്നെ സ്റ്റണ്ട് സീക്വൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള, മീൻസ് എല്ലാവരും അതെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ആ വർക്കിംഗ് ടൈം നല്ലതായിരുന്നു, ടോട്ടലി നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ അവരാരും കോംപ്രമൈസ് ചെയ്തിട്ടല്ല ചെയ്തിട്ടുള്ളത്. അത് നമ്മളെത്ര കൂടുതൽ അവരോട് കൂടുതൽ എഫേർട്ട് കൂടുതൽ നമ്മൾ എന്താ പറയുക ഒന്നും കൂടി ഇൻറ്റൻസിറ്റി കൂട്ടി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നന്നായിട്ടത് പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ അതെ അത് സ്ക്രീനിൽ കാണാനുണ്ട്. ഞാനന്ന് പ്രീമിയറിൽ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇന്നിപ്പോൾ അറിയാത്ത കാര്യങ്ങളാണ്.